കാറ്റ് നോക്കിയേ. അപ്പോൾ വീശി അടിക്കുന്ന കാറ്റാണ്. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. പാറയിൽ വഴി വെച്ചായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള മാർക്കുണ്ട്. കണ്ടെത്തി ഗായ്സ്. മച്ചാമാരതാ എന്തോന്നത് മച്ചാമാരതാ നോക്കിയേ. പൊന്നോ എന്നെ കൂടെ എടുത്തോണ്ട് അങ്ങ് പോയത്. മച്ചാമാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് തന്നെയാണ് കേട്ടോ. രാവിലെ 8 മണിയായപ്പം തന്നെ ഒരു രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ചോണ്ട് വീട്ടിലിരിക്കാന്നാണ് വിചാരിച്ചത്. പെട്ടെന്ന് റീല് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ മാപ്പിൽ പെട്ടെന്ന് ആ ഒരു സ്ഥലം അടിച്ച് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 74-75 കിലോമീറ്റർ മാത്രം 78 കിലോമീറ്ററിൻ്റെ അകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി. സ്ഥലം വേറെ എടുത്തല്ല, നമ്മുടെ തമിഴ്നാടാണ്. അരൽവാൾ മൊഴി എന്ന് പറയുന്ന ഒരു ട്രക്ക് സ്പോട്ടിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റ് തന്നെയാണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കാറ്റ്. ഞാൻ ഈ ഒരു മരത്തിൻ്റെ ആ ഒരു സൈഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അധികം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. മുകളിലോട്ട് പോകുന്നതോറും നല്ല കാറ്റായിരിക്കും. ഇപ്പോൾ ഞാൻ കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, കാണിച്ചരാ കണ്ടോ, ആ ഒരു ടോപ്പിലാണ് എനിക്ക് എത്താനുള്ളത്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കണ്ടോ, ഫുള്ള് വിൻഡ് മില്ലാണ്. നല്ല കാറ്റ് കിട്ടുന്ന ഏരിയ കൂടെയാണ്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഗേൾഫ്രണ്ട് കൂടെ ഉണ്ട്. ഇതേ നമ്മുടെ ക്യൂട്ട് ഗേൾഫ്രണ്ട് ഇരിക്കുന്നുണ്ടല്ലേ, ഇത് ചെയ്യാനാണ്. ക്യൂട്ട്നെസ് കുറച്ച് കൂടി പോയി, ഫുള്ള് ചെളിയൊക്കെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലായിടത്തും ആവശ്യത്തിനുള്ള ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നു. ഹെൽമെറ്റിൽ ഒരു തട്ടുന്നതാ. ഓക്കെ. ഹെൽമെറ്റിന് കുറച്ച് വെയിറ്റ് കൂടിപ്പോയി കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. കുറച്ചുകൂടെ രാവിലെ വരാനുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം സമയം 9:45 കേട്ടോ. ഇടയ്ക്ക് വന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ വീഡിയോയിൽ കൂടുന്നതുകൊണ്ട് തന്നെ കൂടുതലും നിർത്തി. നല്ല കാറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പോൾ ട്രക്കിങ്ങിൻ്റെ ഇതാണെന്ന് തോന്നുന്നു ട്രക്കിംഗ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. കറക്റ്റ് എനിക്കും അറിയത്തില്ല. വഴിയൊക്കെ കിടക്കയല്ലേ, എല്ലാവരും കയറി പോകുന്നത്. ഇവിടെ ഒരു ആർച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തറയിൽ ഒക്കെ ഒരു എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തമിഴ് വായിക്കാനോ എഴുതാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇങ്ങനത്തെ ഒക്കെ സംഭവമുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വീശി അടിക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള വെയിലും ഉണ്ട് കേട്ടോ. 10 മണി ആയില്ല, അതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ട്. വെള്ളം ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഓക്കെ, വീടൊക്കെ അടുക്കി ഇരിക്കുന്നുണ്ട. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൻഡ് മില്ലുള്ളതാണ് കേട്ടോ ഇവിടെ. ഏകദേശം ഈ കാണുന്നത് ഇത്രയും കൂടെ തന്നെ എനിക്കറിയാൻ സാധിച്ചത് 3000-ന് മുകളിൽ വിൻഡ് മിൽസ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അവിടുത്തെ കാറ്റില്ലെങ്കിൽ അവർ സ്ഥാപിക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ താഴെ 2 ബൈക്കുകളുണ്ട്. ആളുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷെ കാറ്റ് അതാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ടോപ്പിൽ പോകുമ്പം ഇതിലും കാറ്റുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്ക് ഇതുള്ള ഓരോ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് ആ റീലിലും പറഞ്ഞായിരുന്നു കേട്ടോ. ഓരോ മാർക്ക് ഇതുപോലെ പാറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണം കയറി പോകാനൊന്നും. കാരണം അല്ലെങ്കിൽ വഴിയൊക്കെ തെറ്റിപ്പോവും. ഇങ്ങോട്ടൊക്കെ ഒരു ഗ്യാപ്പ് റോഡ് പോലെയൊക്കെ കിടക്കുന്നുണ്ട്. അതുവഴിയൊക്കെ കയറി അങ്ങ് പോവാം. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വരിക. കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ആടിനെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാധാരണ പോകുന്നിടത്ത് ആനയുടെ പിണ്ടോരി കിടക്കുന്നത്. ഇപ്പം എന്താ ഇവിടെ ഫുള്ള് ആട്ടിൻകാട്ടമാണ്. നല്ല കാറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പാറയിലൊക്കെ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. 4 സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഓരോ മല അടുത്തടുത്തടുത്തതാ. അതിൻ്റെ ചുറ്റും കണ്ടോ ഫുള്ള് മലകരയാണ്. അപ്പോൾ കറക്റ്റ് വഴി കയറേണ്ടത് എവിടെയും പെട്ടാൽ ഏതെങ്കിലും മലയിലൊക്കെ ചെന്ന് കയറുമെന്ന് തോന്നുന്നു. പോസ്റ്റൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പോസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ്.
വന്ന വഴികളിലൊക്കെ സൈഡിലൊക്കെ നല്ല നെൽപ്പാടവും വിശാലമായ ആ ഒരു കാറ്റും രസമാണ്. എന്തായാലും നമുക്ക് കാറ്റ് നോക്കിയേ. ഫുള്ള് എടാ മോനെ. ഇനി കുറച്ച് നേരം നിങ്ങൾ ഈ വഴിയൊക്കെ കാണും. എന്താ ആളുകളൊക്കെ നടന്നു പോയിട്ടുണ്ട്. അധികം കാട് കയറിയിട്ടില്ല, എന്നാലും നമ്മൾ ഓരോ കരടികളും ശ്രദ്ധിച്ചു വയ്ക്കണം. നോക്കി എവിടെയൊക്കെ കണ്ട പാറ എടുക്കുന്ന സംഭവമൊക്കെയാണ്, ശ്രദ്ധിക്കണം. ഞാൻ വന്ന വഴിയാണ് കേട്ടോ, അതുവഴിയാണ് കേട്ടോ ഞാൻ വന്നത്. വെള്ളമെല്ലാം കരുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ വെള്ളവും ആവശ്യത്തിനുള്ള ഫുഡൊക്കെ കരുതുക. ഇനി എന്തായാലും ഞാൻ കുറച്ച് ദൂരം ഒന്ന് കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. കുറച്ച് വഴി കുറച്ച് ടാസ്ക്കായി വരുന്നുണ്ട് കേട്ടോ. ടാസ്ക് എന്ന് പറഞ്ഞാൽ കയറ്റം കൂടി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. വരെ കുറച്ച് കടുത്ത് പോയെന്ന് തോന്നുന്നുണ്ട്. ഒരു 15-20 മിനിറ്റ് ആയിട്ടോ കയറാൻ തുടങ്ങിയിട്ട്. സംഭവം എന്ന് പറഞ്ഞാൽ കാറ്റ് നോക്കിയേ. വീശി അടിക്കുന്ന കാറ്റാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. പാറയിൽ വഴി വെച്ചായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ മാർക്കുണ്ട്. എന്നിട്ട് അത് നോക്കിയേ പോകാൻ പറ്റുള്ളൂ. അത് കണ്ടില്ലെങ്കിൽ, കാരണം ഇഷ്ടംപോലെ വഴി പോലെ അങ്ങോട്ടൊക്കെ കിടക്കുന്നത്, അത് വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സ്പോട്ടിൽ ചെന്ന് കയറും. അപ്പോൾ കറക്റ്റ് ആ ട്രക്കിംഗ് സ്പോട്ടിൽ നിന്ന് നമുക്ക് കറക്റ്റ് പോകണമെങ്കിൽ ഇതുപോലെ പാറയിലൊക്കെ നോക്കി പോവുക. രണ്ടുപേരും രാവിലെ കയറി ഇപ്പോൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു ഇനി ഒരു 3/4 മണിക്കൂർ നടന്നാലേ എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. കുറച്ച് കടുത്ത് പോയി. ഇപ്പം തന്നെ ഏകദേശം ഞാൻ വെച്ച് ഹാഫായെന്നാണ്. ഹാഫായിട്ടില്ല. ഇത് കുറച്ച് ഹൈറ്റ് കുറച്ച് കൂടിയ മല തന്നെയാണ് കേട്ടോ. ഞാൻ വെച്ച് ചെറുതെന്നാണ് വിചാരിച്ചത്, അല്ല. പക്ഷേ അവിടെ എത്തുമ്പോൾ നല്ല കാറ്റാണെന്ന് അവർ പറഞ്ഞു. തമിഴ്നാട്ടിലുള്ളവരാണ്. അപ്പോൾ ഇനി മുകളിൽ വേറെ ആൾക്കാരുണ്ടോ എന്ന് അറിയത്തില്ല. 2 ബൈക്ക് താഴെ ഉണ്ടായിരുന്നു, 2 പേര് പോയി. കുറച്ച് ടാസ്ക് കൂടിയതുപോലെ കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും വഴികളൊക്കെയാണ്. വഴി പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അന്ന് ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡ് പോയില്ലേ, ആ വീഡിയോ ചാനലുണ്ട്. പക്ഷെ അതിൻ്റെ അത്രയും ടാസ്ക് തോന്നുന്നില്ല. അതല്ല, വഴുക്കലും കുറച്ച് ടാസ്ക്കായി തോന്നി. ഇത് കുറച്ചും കൂടെ വഴിയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. കുളം, കുറേ വീട്, കാറ്റാടി പാടം, വയൽ, ബാക്ക്ഗ്രൗണ്ടിൽ മല. ഭയങ്കര രസമാണ്. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നല്ല രസമുണ്ട്. ഇന്നും ഫുള്ള് വിയർത്ത് കുളിച്ച് ആയിക്കൂടെയൊക്കെ ഉപ്പുവെള്ളം തന്നെ. ടാസ്ക് തന്നെയാണ്. പക്ഷേ എന്താണോ വന്ന സ്ഥിതിക്ക് കയറിയിട്ട് ഇറങ്ങുള്ളൂ. അതിലൊരു മാറ്റവും ഇല്ല. പാതി വഴി വെച്ച് നിർത്തത്തില്ല. ഇവിടുത്തെ താഴെ കുഴിയാണ് കേട്ടോ. വല സൈഡ് കൊക്കയാണ്. കണ്ടോ, ആ പാറ കഴിഞ്ഞാൽ ഒറ്റ സ്ലിപ്പ് കൊക്കയാ. അപ്പോൾ ഒറ്റ സ്ട്രെച്ച് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കണം. എന്നാലും പിന്നെ കയ്യെങ്കിലും നമ്മൾ തളർന്നാലും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടോപ്പിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഇത്രയും കിടന്ന് നടക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം പോലെ ഉണ്ട് കേട്ടോ. നോക്ക്, വ്യൂ ഉണ്ടോ, സൂപ്പറല്ലേ. ഇതുവഴി ഒരു വഴി കിടക്കുന്നു. അയ്യോ, അപ്പോൾ അതുവഴിയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നേരത്തെ ഒന്നൊരു പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ബാക്കി കയറാം. അപ്പോൾ ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഒരു 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.
സീനാണല്ലോ വഴിയൊക്കെ ഫുള്ള് ഇങ്ങനെയൊക്കെ കൊണ്ട് നിറഞ്ഞു കളഞ്ഞു. അയ്യോ ടാസ്കായല്ലോ മച്ചാമാരെ. കുറച്ച് ടാസ്ക് കൂടി കേട്ടോ, ഫുള്ള് കാടായി. ഇത് കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇല്ലിക്ക് കല്ല് പോയാൽ ആ ഒരു ഇത് തന്നെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അതുപോലെയാണ് തോന്നുന്നത്. എന്തായാലും വീണ്ടും ഒരു പാറൽ മാർക്കുണ്ട്, അപ്പോൾ വഴി എത്തിയില്ല. ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും മുകളിൽ പോസ്റ്റൊക്കെ പോയിട്ടുണ്ട് നോക്ക്. ഇപ്പോൾ മുകളിൽ എനിക്ക് തോന്നുന്നു ആ ക്ഷേത്രം അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു, കറണ്ടിന് വേണ്ടിയൊക്കെ ആയിരിക്കും. എന്തായാലും വീണ്ടും കയറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മാനത്തക്കിളി നത്തക്കിളി എന്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വിളിച്ചു പോയിരുന്നെങ്കിൽ അങ്ങോട്ട് 2 ഹോയൊക്കെ വിളിച്ച് ഇങ്ങ് പോവായിരുന്നു. എന്തായാലും ഒറ്റയ്ക്ക് എൻ്റെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അങ്ങനെയൊക്കെ പോവാം. വെയിൽ പുല്ല്. ഈ വെയിലില്ല, ചൂടില്ലാത്ത വെയിൽ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ആ ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ മുഖത്തൊന്ന് പച്ചനടിക്കുന്നുണ്ട്. എന്നാൽ കാറ്റ് ഇപ്പം എന്താ ഇല്ല കാറ്റ്. കണ്ട ഇത്രയും കയറി വന്നതിന് എന്ത് രസമാണ്. ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. ഒന്നും ആയിട്ടില്ല ഏട്ടാ, ഹാഫെങ്കിലും ആയാൽ മതിയായിരുന്നു. ഇതൊക്കെ ഇത്തിരി ടാസ്ക് ആണല്ലോ. വഴികളൊക്കെ കുറച്ച് വരെയാണ്. കയറ്റം കൂടി പറഞ്ഞു, പെട്ടെന്ന് തളർന്നു. അയ്യോ കീർത്തടിച്ചതാണ് ചെയ്യാൻ. ആക്ടിങ് അല്ല കേട്ടോ, ഒറിജിനലാ. ദിസ് ഇസ് വിയർപ്പ്. ഹൊയ് അമ്മോ പടച്ചോനെ കാത്തോളി തീർന്നില്ലേ. ലിഫ്റ്റ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയൂല. കാരണം അങ്ങനെ കയറിയ ഒരു ഇതില്ലല്ലോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറുമ്പോൾ അല്ലേ അവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലല്ലേ, അത് വേണമെങ്കിൽ നമ്മളിങ്ങനെ പാറണ്ട് കൂടെ വലിഞ്ഞും ഇങ്ങനെയൊക്കെ കയറിയാലേ ആ ഒരിത്. അല്ലാതെ നമ്മൾ മറ്റേ കേബിൾ കാറിൽ കയറുന്ന പോലെ അവിടെ പോയി കയറിയിട്ട് ഇറങ്ങി അവിടുത്തെ കാറ്റും വ്യൂവും കണ്ട ഒരു രസമില്ലല്ലോ. നമ്മൾ കുറച്ച് അഡ്വഞ്ചർ വേണ്ടേ. ചില സമയത്ത് കുറച്ച് കൂടി പോകാറുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ, ചുമ്മാ അങ്ങ് ഇറങ്ങണതാ, ആയി പോണതാ, ഒന്നും വിചാരിക്കണമല്ല. അയ്യോ 2 മിനിറ്റ് റെസ്റ്റല്ല, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാനൊന്നും നടക്കട്ടെ. അയ്യോ വയ്യ. മച്ചാന്മാരെ അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം 60-70% ആയെന്ന് തോന്നുന്നു. ഇരുണ്ടും കിടന്നു ഒക്കെ കൂടെ എൻ്റെ പൊന്നെ അള്ളിയ എന്നെ മച്ചാന്മാരെ ഒരു രക്ഷയില്ല കേട്ടാ. മുകളിലോട്ട് വരുമ്പോൾ എന്നെ പറത്തി എടുത്തോണ്ട് പോകണ കാറ്റ്, ഹെൽമെറ്റ് കാറ്റ് പിടിച്ചു. എൻ്റെ പൊന്നു ഒടുക്കത്തെ കാറ്റ്. ഇത് ഇവിടെ തമിഴ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം തമിഴ് അറിയാന്നുള്ളവർ വായിച്ചിട്ട് അർത്ഥം കമൻറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ചുറ്റും വേറെ മല, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു മല, ഇതോ അവിടെ ഒരു മല താഴ്ന്ന്, ഇതോ അപ്പുറ സൈഡ് ആണെങ്കിൽ മലയോട് മല. ഇതൊക്കെ ഏത് മലയെന്തോ, ഇതൊക്കെ എന്ന് കയറിയിരിക്കും. കാറ്റ് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ഏകദേശം എത്തിയെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു കൈവരി സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പേടിപ്പിക്കാടാ. കല്ലിതാ പടിയൊക്കെ വെച്ച് കാലൊക്കെ ഉറക്കല്ല കേട്ടാ. കാറ്റ് നല്ലതായിട്ട് വീഴുന്നുണ്ട്. ലഗേജൊന്നും കൊണ്ടുവരരുത്. ബാഗും വെള്ളവും എല്ലാം കൂടെ കൊണ്ടുവന്നുകൊണ്ട് എന്നെ കൊണ്ട് പോലും നിൽക്കാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള കാറ്റ് മുകളിലോട്ട്. അപ്പോൾ സ്റ്റേഡ് സീൻ യമണ്ട മലതോ ബാക്കിൽ. ആശ്വാസം. കാറ്റേ പിടിക്കാൻ പിടികിട്ടിയേ, അതുകൊണ്ട് കുറച്ച് ആശ്വാസമായി. ക്യാമറ ഇങ്ങനെ ഉയർത്തി പിടിക്കണമെന്നുണ്ട്. പക്ഷേ
ബലം കുറഞ്ഞതുപോലെയൊക്കെ തോന്നുന്നു. ഇനി റെസ്റ്റ് വേണം. പക്ഷേ ഇവിടെ ഇരിക്കാം തോന്നില്ല. നേരത്തേക്ക് രണ്ട് സൈഡിലും ഭാഗമൊക്കെ നല്ല തണലും ഇതൊക്കെ ആയിരുന്നു. ഇവിടെ ഫുള്ള് കാട് വരെ കിടക്കുന്നു. എന്തായാലും ടോപ്പിലെത്താം. അയ്യോ അച്ഛന്മാരെ എവിടെ എത്തി കേട്ടാ. ഓ നോക്കിയേ, അയ്യോ ഒന്നും ആയില്ല. ഇവിടെ ഒരു പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ നോക്കിയാൽ, നന്ദി വിഗ്രഹവും മറ്റേതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മുകളിലോട്ട് വീണ്ടും സ്റ്റെപ്പ് ഇതുപോലെ കിടക്കുകയാണ്. നമുക്ക് ടോപ്പിൽ പോവാം. ഓക്കെ, ഓ ഈ കൈവരിയൊക്കെ വെച്ചിട്ടുള്ള ഉപയോഗമുണ്ട് കേട്ടോ. പിടിച്ച് പിടിച്ച് കയറാം. പാറയിൽ സ്റ്റെപ്പ് ഇതുപോലെ കൊത്തി 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 വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറാം. ഓരോ കാലടികളും വച്ച് 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 അടുത്ത് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആക്കുക. ആൻഡ് ഗൈസ് അമ്മ ഓ എന്തോന്നേ മച്ചാവരെ, ഓ സംഭവേ ഇതോടെ തീരുമെന്നാണ് വിചാരിച്ചാ. അങ്ങറ്റത്തോട്ട് കിടക്കണം. ഇതൊക്കെ എന്ത് ചെയ്യാനാണ്? ട്രക്കിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇതാവുമ്പോൾ റീലിൽ തള്ളിയതാ. അരമണിക്കൂർ ട്രക്കിങ്ങേ ഉള്ളൂ, അരമണിക്കൂർ ട്രക്കിങ്ങേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് നടന്നിട്ടാണ് 5 മിനിറ്റ് ഇരുന്ന് വീട് നടന്ന്. ഓ അരമണിക്കൂറൊന്നുമല്ല കേട്ടോ, 1 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും എടുക്കും. ഓ കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല, നഷ്ടമില്ല. ഓ കാലൊന്നും ഉറക്കുന്നില്ല. നല്ല സീൻ കാറ്റ്. 100 രൂപ റെയിൻകോട്ടൊക്കെ ഇല്ലേ, മഴയത്തൊക്കെ കിട്ടുകൊണ്ട് ഇവിടെ വന്നാൽ അടിച്ചടിപ്പിച്ചുകൊണ്ട് അപ്പുറത്തെ മഴയെ കൊണ്ടിരുത്തും. ഇപ്പം തന്നെ അമ്മാതിരി കാറ്റാണ്. പക്ഷെ ഇപ്പം എന്താ ശാന്തോറ്റിരിക്കുകയാണ്. നമ്മളൊരുമാതിരി തഴുകി കൊണ്ടുപോകണ കാറ്റാണ്. പക്ഷെ പെട്ടെന്നുകൊണ്ട് അങ്ങ് മാറിയാണ്. അതാണ് സീൻ. എന്തായാലും ഓ അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. കൈവേൽ നോക്കിയേ, കാണാൻ പറ്റുന്ന മുകളിൽ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ചെരിയിട്ട് എന്നിട്ട് കാണിക്കാം. മച്ചാമാരെ അങ്ങനെ ട്രക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ കാറ്റ്. എൻ്റെ പൊന്നോ തപ്പിട്ടതാ ഇപ്പം കാറ്റ് തന്നു. പക്ഷെ എൻ്റെ പൊന്നു എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ക്യാമറ ഇതെല്ലാം അടിച്ചെടുത്തോണ്ട് പോകുന്ന രീതിയിൽ ഫോണൊന്നും നേരെ ഒന്ന് കയ്യിലൊന്നും പിടിക്കാൻ പറ്റില്ല. അമ്മാതിരി കാറ്റായിരുന്നു. പക്ഷെ കാറ്റ് എഴുതി ഓ ഇപ്പം ആശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ടോ നമ്മളൊരു വെള്ള സ്പോട്ട് ചെയ്തു. ഒരു കുളമാണ്, ക്ഷേത്ര കുളമായിരിക്കാമെന്ന് തോന്നുന്നു. പാറയുടെ ഒരു കുളം കണ്ടെത്തി ഗായ്സ്. നമ്മളിങ്ങനെ കുളം കണ്ടെത്തി ഗായ്സ്. മച്ചാമാരതാ എന്തോന്നത് മച്ചാമാരതാ നോക്കിയേ. പൊന്നോ എന്നെ കൂടെ എടുത്തോണ്ടങ്ങ് പോയാണ്. പക്ഷെ ഒരു രക്ഷയില്ല, പൊളി. ആ ഹെൽമെറ്റ് കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും പോലെ പൊളി എന്ന് പറഞ്ഞാൽ നല്ല വിയർപ്പ് പിടിച്ചാണ് ഇതുവരെ വന്നത്. ആ വിയർപ്പൊക്കെ കാറ്റെടുത്തോണ്ട് പോയി. ഇനി നമുക്ക് വീണ്ടും കയറാം. വെയിലുണ്ടെങ്കിലും കാറ്റിനൊരു രക്ഷയില്ല, കാറ്റിനൊരു ക്ഷാമമില്ല കേട്ടോ. ഓ ചുമ്മാ അല്ല ഇവിടെ കാറ്റാടിയെ കൊണ്ട് വെച്ചത് കേട്ടോ. ഇവിടെ അല്ല താഴെ ആ ഭാഗത്ത് നോക്കിയതായി. ആ ഭാഗത്ത് പിറകിൽ നിന്നാണ് കാറ്റ് ഇങ്ങോട്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ അടിച്ചിട്ടാലും പാറയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങ് പറ്റി അങ്ങ് ഇരുന്നോളും. കുഴപ്പമില്ല കേട്ടോ, സ്റ്റിക്കർ പോലെ അങ്ങ് ഇരുന്നോളാം. മച്ചാമാരെ നമ്മളെത്തി, മിഷൻ കംപ്ലീറ്റഡ്. എനിക്ക് വയ്യ, അയ്യോ. അങ്ങനെ 1 മണിക്കൂറത്തെ ട്രക്കിങ്ങിന് ശേഷം നമ്മളിതാ മുകളിലുള്ള ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് മച്ചാമാരെ. വേറെ എവിടെ നിന്നല്ല, 1300 1400 കാലഘട്ടങ്ങളിൽ പണിയെടുപ്പിച്ച ഒരു ക്ഷേത്രം കൂടെയാണിത് കേട്ടോ. 1300 1400 പേര് മറന്നു. കാറ്റേ ഇതൊരു നമ്മളെന്തായാലും ഇവിടെ ഒന്നേയില്ലേ, ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് അങ്ങോട്ട് കയറാം. ഇവിടെ എന്തോ കുങ്കുമമാണെന്നോ എന്തോ പായൽ പിടിച്ചെടുക്കണതാണ്. അത് കളറാണോന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1300 1400 കാലങ്ങളിൽ ഒരു കഥയൊക്കെ ഉണ്ട്. നമ്മളെ ഈ ഒരു മലയ്ക്കും കുറേ സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഈ ചേരന്മാരുമായിട്ടുള്ള കുറേ കഥകളൊക്കെ ഉണ്ട്. സത്യമാണെന്നൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഡെപ്തായിട്ട് എനിക്കും അറിയത്തില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധ സമയത്തൊക്കെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ചുരം പോലത്തെ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ആക്രമണമൊക്കെ
തടുക്കാനൊക്കെ പറ്റിയ അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് 1300-400 ആ കാലഘട്ടത്തിൽ പണിയെടുപ്പിച്ച ഒരു ക്ഷേത്രം കൂടെയാണിത്. അത് വാച്ച് ടവറാണോ? ഓക്കെ, അവിടെ ഒരു വാച്ച് ടവർ തൊട്ട് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതൊരു മുരുകൻ ക്ഷേത്രമാണ് കേട്ടോ. മുരുകനെ ഇവിടെ പ്രതിഷ്ഠിച്ചതിനും അങ്ങനെയൊക്കെ കുറേ കഥകളൊക്കെ ഉള്ള ഒരു ഇതാണ്, ഒരു സ്പോട്ട് കൂടിയാണിത്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നതോ അവിടെ എന്തോ ദുഃഖമുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടാകും, അതെന്തോ ഒരു പഴയ ബിൽഡിംഗ് പോലെ തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ ഇറങ്ങി പോകണ്ടേ. അപ്പോൾ നമ്മൾ പോവുകയാണ്. അത് പോയി ഒന്ന് നോക്കാം. പിന്നെ ഇവിടുത്തെ മുരുകനാണ് പ്രതിഷ്ഠ. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം, ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം തുറക്കുള്ളൂ. ഇന്ന് ശനിയാണ്. മേടിച്ചു പോയാടാ ഓന്ത്, പാമ്പെന്ന് വിചാരിച്ച് ഇങ്ങ് പോയി ശ്വാസം. 1215 വർഷം എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1215 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ പൂജയായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണെന്നൊക്കെ തോന്നുന്നു. അത് നോക്കി കുറേ പ്ലാസ്റ്റിക് കവറിപ്പം കിടക്കുന്നു. ഇതെന്ത് സംഭവം എന്നൊന്നും എനിക്കിപ്പോൾ അറിയത്തില്ല. ഞാൻ അകത്തോട്ട് കയറുന്നില്ല. പാല് പിടിച്ചെടുക്കണം. കുറേ പെയിൻറ്റിൻ്റെ സാധനം കൊണ്ട് വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്തോ പൂജയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്നറിയത്തില്ല. പക്ഷേ ഇതാ ഫുള്ള് പാറയിലുള്ള കെട്ടിടമാണ് കേട്ടോ അത്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്. നോക്കിയേ, അടുക്കി നോക്കുക. നമ്മുടെ നാഷണൽ ഹൈവേ നോക്കിയേ ചെമാരെ. ഇതാണ് നമ്മുടെ IPRC ഇല്ലേ, മഹേന്ദ്രഗിരി ISROയുടെ. അത് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അപ്പുറം ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ഇത്. അതിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. എന്തായാലും കണ്ട ഫുള്ള് നോക്കിയേ, മല ഉണ്ട്. ആ സൈഡ് മൊത്തം മല. പക്ഷെ എൻ്റെ പൊന്നോ, വ്യൂ ഒരു രക്ഷയില്ല. എന്തായാലും നോക്കിയേ, കണ്ട ഫുള്ള് വീട് അടുക്കി റോഡ്. എന്തായാലും ഇവിടെ ഒരു അരമണിക്കൂർ കിടന്നിട്ട് എന്തായാലും ഞാൻ ഒരു 360 വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, പച്ചവരെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഹൈലൈറ്റ് കാറ്റാണ് കേട്ടോ. എത്രത്തോളം കയറ്റുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾ നോക്കി എന്നെയും കൂടെ അടിച്ചെടുത്തുണ്ട്. ഹെൽമെറ്റും ബാഗ് അവിടെ വെച്ചിരുന്നു. ഹെൽമെറ്റൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിട്ട് ഞാൻ പിടിക്കുകയാണ് ചെയ്തത്. കാരണം എടുത്തോളൂ, ഒരു രക്ഷയില്ലാത്ത കാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൂപ്പർ. നമ്മളിവിടെ കയറും ഇടയ്ക്ക് നല്ല വിയർത്ത് പിടിച്ചൊക്കെ വരുമെങ്കിൽ ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു ഭയങ്കര രസമാണ്. ഒരു 360 വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അറിയോ, ഭയങ്കര രസമാണ്. അത്യാവശ്യം ഭയങ്കര ഹൈറ്റൊന്നുമല്ല, എന്നാലും ഒരുപാട് മലകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ട്രെയിൻ വഴി നമുക്ക് വരാൻ സാധിക്കുന്നത് ഇത് കണ്ടോ, അതാണ് അൽവാമൊഴി റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ ഹൈവേ ആണ്, നാഗർകോവിൽ അങ്ങോട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ തന്നെ 1 മണിക്കൂർ അവിടെ അങ്ങ് ഇരുന്ന് പോയി. അത്ര രസമാണ്. വെയിലുണ്ടെങ്കിലും ആ ചൂടൊന്നും നമുക്ക് അറിയുന്നില്ല. കാരണം അമ്മാതിരിയുള്ള കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നമുക്ക് സൂപ്പർ. കോടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ചില സമയത്ത്. ആ രീതിയിലാണ് കാറ്റ്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ പൂജയും പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ദിവസം. അല്ലാത്ത ദിവസം ഇവിടെ ആരും അങ്ങനെ വരാറില്ല. ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വരുന്നവർ നോക്കിയൊക്കെ വരിക. വേറെ കുഴപ്പമൊന്നും കണ്ടില്ല. എനിക്ക് വേറെ ഇതൊന്നും തോന്നിയില്ല. പക്ഷേ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രക്കിംഗ് സ്പോട്ട്. ഇതൊരു ടെമ്പിളും കൂടെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വരേണ്ടവർ വരിക. ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഇതുപോലുള്ള വെറൈറ്റി കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും. പുതിയ ട്രക്കിംഗ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള ഏതെങ്കിലും മലകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രക്കിംഗ് സ്പോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ വീഡിയോ നമ്മൾ അടുത്ത വരുന്ന ഓരോ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.